അമ്മയ്ക്ക് എന്തോ ചീഞ്ഞ നാറ്റം. 12 വയസ്സുള്ള മകൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടി. റോഡരികിലെ കാനയിൽ നിന്നും കോരിയിട്ട മാലിന്യങ്ങളുടെ കൂമ്പാരം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ് നാറാൻ തുടങ്ങി. അഴുക്ക് പുരളാത്ത ഒരിറ്റു കണ്ണുനീർ. കാന വൃത്തിയാക്കുന്ന ജോലി കിട്ടിയിട്ട് 2 മാസം ആവുന്നേയുള്ളൂ. അറപ്പും വെറുപ്പും തോന്നിയില്ല. ജീവിക്കണം, അതുമാത്രമാണ് തോന്നിയത്. അവൻ വീണ്ടും മനം പുരട്ടുന്ന സ്വരത്തിൽ പറഞ്ഞു, വീടിനുള്ളിൽ മുഴുവൻ നാറുക. എനിക്കിഷ്ടമല്ല അമ്മ ഈ ജോലിക്ക് പോകുന്നു. എല്ലാവരും എന്നെ കളിയാക്കും. അഴുക്ക് പിടിച്ച സ്വരം. ആ നിമിഷം അവൾക്ക് അഴുക്ക് പിടിച്ച ജീവിതത്തിന്റെ ദുർഗന്ധം അനുഭവപ്പെട്ടു. കുറച്ച് ദിവസമായി അവനിങ്ങനെ. അടുത്ത് ചെല്ലുമ്പോൾ അകന്നു പോകുന്നു, വെറുപ്പ് കാണിക്കുന്നു. അവൾക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. ഗർഭപാത്രം പഴുത്ത് പൊക്കിൽ കൂടി ചീഞ്ഞ് കൊഴുത്ത മാലിന്യം വായിലൂടെ പുറത്തിയാടി. മുഷിഞ്ഞ സാരി മണ്ണടർന്നു തുടങ്ങിയ തറയിൽ അത് പരന്നു കിടന്നു. നിലത്ത് കുനിഞ്ഞ് ഛർദ്ദിച്ചപ്പോൾ അവൻ പിറുവിറുക്കുന്ന കേട്ടു. ഈ നാറ്റമ്മയ്ക്ക് എപ്പോഴും ഉണ്ട്. വെറുതെ അല്ല അച്ഛൻ ഇട്ടിട്ട് പോയെ. അമ്മയ്ക്ക് വൃത്തിയില്ല. അവൾ മെല്ലെ എഴുന്നേറ്റ് തേക്കാത്ത ചുമരിലെ പാതി പൊട്ടിയ കണ്ണാടിയിൽ തൻ്റെ രൂപം കണ്ട് ഞെട്ടി. കറുത്ത് മെലിഞ്ഞുണങ്ങിയ കോലം, വെന്തുരുക്കി തുടങ്ങിയ അസ്ഥിയിൽ കാമം വെണ്ണീറായ കാഴ്ച. ശുഷ്കിച്ച മുലകളിലും ഒട്ടിയ നാഭിച്ചൂഴിലും തീ പിടിച്ച രക്തം തണുത്തുറഞ്ഞു. അസ്ഥി കൂട്, ഇരുട്ടിൽ ഉയർന്ന പിറുപിറുപ്പിൽ ചീഞ്ഞ കാമത്തിൻ്റെ ദുർഗന്ധം. നഗ്നമായ ഇരുട്ടിൻ്റെ ആഴങ്ങളിൽ കൊഴുത്ത മാംസളമായ ശരീരത്തിൻ്റെ ഗന്ധം തേടിപ്പോയ ഭർത്താവ്. എത്രയോ കരഞ്ഞിരിക്കുന്നു. കാലു പിടിച്ച് കെഞ്ചി. പുഴുത്ത പട്ടിയെ പോലെ തട്ടിമാറ്റി അയാൾ ഇറങ്ങിപ്പോയത് തൻ്റെ മനസ്സിൽ നിന്നുമാണ്. അസ്ഥികൂടത്തിനുള്ളിൽ പക്ഷേ ജീവനുണ്ട്. അണയാതെ പിടിച്ചു നിർത്തിയ പ്രാണന് മകൻ്റെ മുഖമായിരുന്നു. അവൻ്റെ വിശപ്പിൻ്റെ കണ്ണുകളായിരുന്നു. എന്നിട്ടിപ്പോൾ തന്നെ നാറുന്നുവെന്ന്. കറുത്ത നിറത്തിൽ ഒഴുകി നീങ്ങുന്ന മലിനജലത്തിൽ മനസ്സുടക്കി നിന്നു. കറങ്ങി മറിഞ്ഞു വരുന്ന മനുഷ്യൻ്റെ മാലിന്യങ്ങൾ അതിങ്ങനെ കറുപ്പായി. എങ്ങനെ ദുർഗന്ധമുണ്ടായി? മാലിന്യമാവുന്നതിന് മുമ്പുള്ള അവസ്ഥ, ഗന്ധമുള്ള, നിറമുള്ള, ഗുണമുള്ള അവസ്ഥ. പിന്നെ പിന്നെ അവശിഷ്ടങ്ങൾ, മാലിന്യങ്ങൾ, ദുർഗന്ധം. താൻ ആരുടെയോ ഉച്ഛിഷ്ടം, മാലിന്യം, വെറുപ്പിൻ്റെ, അറപ്പിൻ്റെ കറുത്ത നിറം. അഴുക്ക് പുരളാത്തൊരു തുള്ളി കണ്ണുനീർ അവശേഷിപ്പിച്ച് അവൾ അവനെ നോക്കി. നിന്റെ വിശപ്പിന് ദുർഗന്ധമുണ്ടോ? ഞാനിന്ന് വിളമ്പിയ ഭക്ഷണത്തിന് നിനക്ക് അറപ്പ് തോന്നിയോ? നിന്റെ പോക്കറ്റിൽ ചുരുണ്ട് മുഷിഞ്ഞു കിടക്കുന്ന നോട്ടിന് കറുത്ത നിറമുണ്ടോ? അമ്മയുടെ കനത്ത സ്വരം അവൻ അമ്പരിപ്പിച്ചു. മുഖം താഴ്ത്തി കറുപ്പിച്ചവൻ പറഞ്ഞു, അമ്മയ്ക്ക് ചീഞ്ഞ മണം. ഗർഭപാത്രത്തിൽ മൂർച്ചയുള്ള പല്ലുകൾ അമർന്നു കഴിഞ്ഞു. കടിച്ചു കുടഞ്ഞു പകപോക്കുന്നു. ഒരു നിമിഷം പ്രസവവേദനയുടെ നോവിൽ അവളുടെ നാടിഞരമ്പുകൾ തളർന്നു. ശുഷ്കിച്ച മുലഞ്ഞെട്ടിലൊരു വേനലിൻ്റെ ചൂട്. അവൾ പുകഞ്ഞു നീറി, ഭ്രാന്ത് പിടിച്ചു. ഉരുട്ടി മുകളിൽ കയറ്റാൻ ശ്രമിച്ച കല്ല് താഴെ തൻ്റെ തലയിൽ വീണിരിക്കുന്നു. ഇനി എന്ത്? അവൾ അവൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു. ഇരുട്ടിൽ റോഡരിയിലെ കാനയിലേക്ക് അവനെ തള്ളിയിട്ടു. മലിനജനത്തിൽ അഴുക്കിൽ അവൻ ശ്വാസം മുട്ടിപ്പിടഞ്ഞു. ജീവിതത്തിൽ വെറുപ്പ് തോന്നിയൊരു നിമിഷം. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? മെലിഞ്ഞുണങ്ങിയ ശരീരത്തിൽ ഇനിയും ജീവിക്കാൻ മോഹം ബാക്കിയാണ്. വെറുപ്പോടെ അറപ്പോടെ മുഖം തിരിക്കുന്ന മകന് വേണ്ടി ഞാനെന്തിനും എൻ്റെ കറപുരളാത്ത കണ്ണുനീരൊഴുക്കണം? അഴുക്കുചാലിൽ വീണ് കിടന്ന ഒരു നായെപ്പോലെ അവൻ മോങ്ങി. അവൾ കുനിഞ്ഞ് താഴെയിരുന്നു. കനത്ത ദുർഗന്ധം. ദിവസവും ഈ റോഡരികിലെ കാന വൃത്തിയാക്കുന്ന ഒരു അമ്മയുടെ മകനാ നീ. നിനക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തരാനോ പഠിപ്പിക്കാനോ അച്ഛനില്ല. ദാ എൻ്റെ ഈ ശരീരം മുഴുവൻ അഴുക്കാണ്, ദുർഗന്ധമാണ്. വെറും അസ്ഥികൂടം മാത്രമാണ് ഈ ശരീരം. എൻ്റെ ഈ രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും ദുർഗന്ധത്തിൻ്റെയും ഒരു അംശമാണ് നീ. അമ്മ ഈ ജോലിക്ക് പോകുമ്പോൾ സങ്കടം വരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷിക്കുമായിരുന്നു. നീ എന്നെ അറപ്പോടെ മാറ്റി നിർത്തുന്നു, കുറ്റപ്പെടുത്തുന്നു. നീ ഇവിടെ കിടന്ന് ആലോചിക്ക്. നിനക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണമെങ്കിൽ വരാം. ഇല്ലെങ്കിൽ ഇതാണ് നിൻ്റെ അമ്മ, ഈ ദുർഗന്ധം. അവളുടെ സ്വരമിടറി. അഴുക്കുചാലിൽ അവൻ പൊള്ളിപ്പിടഞ്ഞു. വഴിവിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൻ അമ്മയുടെ മുഖം കണ്ടു. ശുദ്ധമായ 2 ചാലുകൾ. അവൾ നടന്നു. ഒന്നിടറിയിട്ടും കാലുകൾ ഉറപ്പിച്ച് നടന്നു. മെല്ലെ കരഞ്ഞുകൊണ്ട് മനസ്സൊന്ന് കഴുകി തുടച്ചു. ചെയ്തത് തെറ്റോ ശരിയോ അറിയില്ല. അവൻ വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ. വെറുപ്പ് നിറഞ്ഞൊരു മുഖം വീട്ടിനുള്ളിൽ കാണുക വയ്യ. അതിലും ഭേദം ദുർഗന്ധം നിറഞ്ഞ ഈ അഴുക്കുചാലുകൾ കാണുന്നതാണ്. ആരും വേണ്ട. കെഞ്ചിയും കരഞ്ഞും അടുത്തിരിക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ടും അവൾ പിന്നിൽ നിന്ന് അമ്മയെന്നൊരു വിളി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു.